നമസ്കാരം. കുഞ്ഞളങ്കാറ്റിൽ ദുന്ദുബിനാദം മുഴക്കി വീശിയടിക്കുന്ന വിശറിച്ചെവികളുടെ താളം, വെള്ളിച്ചിലമ്പിട്ട് തുള്ളിത്തുളുമ്പുന്ന കാട്ടരുവി, വെള്ളാരങ്കല്ലുകളിൽ തട്ടി ചിന്നിച്ചിതറുന്ന ചങ്ങലക്കിലുക്കത്തിൻ്റെ താളം, നടയമരങ്ങൾ ഉറപ്പിച്ച് ഭൂമിദേവിയെ വഴങ്ങുമ്പോൾ നെഞ്ചിടിപ്പേറ്റുന്ന ആനത്താളം. അതെ, അങ്ങനെ മലയാളികളുടെ ഓരോ ഹൃദയതാളവും ആനയോട് ബന്ധപ്പെട്ട് കിടക്കുന്നു, ആന പ്രേമത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പുതിയ ജാലകം തുറന്ന് സൂര്യാവുഡ് ആനപ്പെരുമ നിങ്ങൾക്ക് മുമ്പിലെത്തുമ്പോൾ ഏറെ അഭിമാനത്തോടു കൂടി തലയുയർത്തി നിൽക്കുന്നത്. ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. തൃശ്ശൂരിൽ നിന്നും കുന്നംകുളം വരെ ഒന്ന് യാത്ര ചെയ്താൽ അഴകും ആകാരത്തികവും ഒത്തുചേർന്ന മൺമറഞ്ഞുപോയ കണ്ടംപുള്ളി ബാലനാരായണൻ അടക്കമുള്ള ഗജവീരന്മാരെ ഓർമ്മിച്ചെടുക്കാം. ജീവിച്ചിരിക്കുന്ന ഉത്സവപ്പറമ്പുകളെ അടക്കി വാഴുന്ന തെച്ചിക്കോടനടക്കമുള്ള ഗജ കേസരികളെ ഓർക്കാം. എന്നാൽ ആനപ്പെരുമയിലൂടെ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കുന്നംകുളത്തങ്ങാടി ആനക്കേരളത്തിന് സമ്മാനിച്ച ഗജരാജ മാണിക്യം KR ശിവപ്രസാദ്. സ്വഭാവത്തിൻ്റെ സവിശേഷത കൊണ്ടും വിനയം കൊണ്ടും കുസൃതികൾ കൊണ്ടും ഏറെ പ്രിയങ്കരനായ ശിവപ്രസാദിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ആനപ്പെരുമയിലൂടെ നിങ്ങൾക്ക് മുമ്പിലെത്തുന്നത്. കാണാം അവൻ്റെ പെരുമയേറുന്ന വിശേഷങ്ങൾ. മലയാളികളുടെ മനസ്സുകളിൽ മാത്രമല്ല, ലോകത്തിൻ്റെ ഏതു കോണിലുള്ള ഉത്സവ സ്നേഹികളുടെയും മനസ്സിൽ അരക്കിട്ടുറപ്പിച്ചിരിക്കുന്ന ഒരു രൂപമാണ് ആന. സ്വതവേ വന്യജീവികളായ ഇവർക്കു വേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ച നിരവധി പേരുടെ നാടാണ് ഈ സുന്ദര കേരളം. മലയാളക്കരയിൽ
ആനക്കാരത്ര വലിയ കുഴപ്പക്കാരല്ല എന്നുള്ള ഒരു ഇതുണ്ട്. നമുക്കറിയാം ഒരുപാട് ഈ ആനയെ വാങ്ങുന്നതിന് മുമ്പ് തന്നെ കുന്നംകുളം തൃശ്ശൂർ ഭാഗത്തൊക്കെ KR എന്ന് പറഞ്ഞാൽ ഒരുപാട് ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പ്രശസ്തരാണ് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ആണ് പക്ഷേ ഇവനെ വാങ്ങിയതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റം അതെങ്ങനെയാണ്? ആനനെ വാങ്ങിയതിന് ശേഷം ഐശ്വര്യം തന്നെ ഉണ്ടായിരിക്കുന്നത്. അല്ല, ആളുകൾ കൂടുതലായിട്ട് നമ്മളെ അറിയുന്നുണ്ട് എന്ന് അന്വേഷിക്കുന്നു. ഇപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ആനയുടെ പരിപാടികൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ ആന എന്താണെന്നൊക്കെ പറയുമ്പോഴുള്ള ഒരു ഇതുണ്ട്, സന്തോഷം. അപ്പോൾ ഒരുപാട് ആനകളുണ്ടോ നമുക്കറിയാം. അപ്പോൾ ഇവനെ തന്നെ വാങ്ങാനുണ്ടായ ഒരു കാരണം അതെങ്ങനെയാണ്? അത് നോക്കി കണ്ടപ്പോൾ ഈ ആനേനെയാണ് ഇഷ്ടപ്പെട്ടത് മക്കൾക്ക്. അപ്പോൾ അവരുടെ സെലക്ഷൻ പ്രകാരമാണ് വാങ്ങിച്ചിരിക്കുന്നത്. അച്ഛൻ പറഞ്ഞു മക്കളുടെ ആഗ്രഹപ്രകാരമാണ് ശിവപ്രസാദ് ഈ വീട്ടിലെത്തിയത് എന്ന്. എങ്ങനെയാണ് ഈ ആനക്കമ്മ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയതാണ്? ചെറുപ്പം മുതലേ ആനകളുടെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് തന്നെ മനസ്സിലുണ്ടായിരുന്നു ഒരു ആനേനെ വാങ്ങണമെന്ന്. സാധിച്ചത് ഇപ്പോൾ അടുത്താണ്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെറുപ്പം തൊട്ടേ ആനകളെ അവലോകനം ചെയ്യാൻ നിരീക്ഷിക്കുക എന്നുള്ളൊരു ശീലം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ശിവപ്രസാദിലേക്ക് എത്തിപ്പെട്ടത്? ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? ഞങ്ങൾ കുറേ ആനകളിനെ പോയി ഒന്ന് കണ്ടു. പക്ഷേ കണ്ട ആനകളൊന്നും ഞങ്ങൾക്ക് കണ്ടത് അത്ര ഇഷ്ടമായില്ല. നീരാറ്റുപേട്ട പോയപ്പോൾ ഒരു നാടൻ ആനയാണ് കോന്നിയിലുണ്ടായിരുന്നതാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇവനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടാവും ചെയ്തു. അതനുസരിച്ചിട്ട് ഞങ്ങൾ അപ്പോൾ തന്നെ ഇപ്പോൾ അറിയാം നിങ്ങളുടെ ഈ ബന്ധം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇവനായിട്ട് ഭയങ്കരമായ ഒരു ആത്മബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് അങ്ങനെ ഒരു ഇത്ര ചെറിയ വർഷങ്ങൾ കൊണ്ട് തന്നെ അങ്ങനെ സാധിച്ചത്? എന്തെങ്ങനെയാണ്? ഇവൻ്റെ അടുത്ത് ഞങ്ങൾ ചെല്ലും. ഞങ്ങൾക്ക് പിന്നെ മൊത്തത്തിൽ ആനയോടുള്ളൊരു താല്പര്യമുണ്ട്. പിന്നെ ആനകളെ കുറിച്ചിട്ട് കുറേ പഠിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പിന്നെ തിന്നാൻ കൊടുക്കുമ്പോൾ അതിനുള്ള ഇഷ്ടം അവന് നമ്മളോട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്നും ചെല്ലും. അപ്പോൾ അവന് ഞങ്ങളോട് പരിചയമായി. പിന്നെ ഭയങ്കര അറ്റാച്ച്മെൻ്റാണ് ഇപ്പോൾ. മറ്റു പല രീതിയിൽ KR പ്രശസ്തമാണെങ്കിലും ആനയെ വാങ്ങിയതിന് ശേഷം ഉണ്ടായ ഒരു ജീവിതത്തിലെ മാറ്റം അതെങ്ങനെയായിരുന്നു? ഇവൻ എല്ലാ ഉത്സവത്തിന് പോകുമ്പോഴും ആൾക്കാരുടെ നമ്മളെ പേര് KR എന്ന് ഞങ്ങൾ ആരെയും ചോദിച്ചു. ഞങ്ങളോട് എല്ലാവരും എന്താണ് KR എന്ന് ഇനീഷ്യലിട്ടിട്ടൊരു പേരിട്ട് ചോദിച്ചു. ഞങ്ങളുടെ അഡ്രസ്സ് KR ആയതുകൊണ്ട് ഞങ്ങൾ അവന് KRൽ ഉൾപ്പെടുത്തി. പിന്നെ ഇവൻ ചെല്ലുമ്പോഴും അവനെ കൊണ്ടൊരു ശല്യമില്ല. അപ്പം അവിടെയുള്ള എല്ലാവർക്കും അവനെ ഭയങ്കര ഇഷ്ടമാണ്. ഇവനോടൊപ്പം ഉത്സവപ്പറമ്പുകളിലേക്ക് ചെല്ലാറുണ്ട്? അടുത്തുള്ള ഉത്സവങ്ങളുടെ പറമ്പിലേക്കൊക്കെ ചെല്ലാറുണ്ട്. അപ്പോൾ ചെല്ലുമ്പോൾ എൻ്റെ ആരാധകരുടെ ഒരു പ്രതികരണം അതെങ്ങനെയാണ്? ആരാധകർ അത്യാവശ്യം നല്ല രീതിയിൽ ആരാധകരുണ്ട്. പിന്നെ പാപ്പാൻ കാലടി പിന്നുമാണ്. അപ്പോൾ അവന് കുറച്ച് ആരാധകർ ഉള്ള കാരണം നന്നായിട്ട് ആനനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും അതിന് ഗ്രൂപ്പുകളൊക്കെ അവർ ഉണ്ടാക്കിയിട്ട് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. നമ്മളടുത്ത് വിശേഷങ്ങൾ ചോദിച്ചു വരാറുണ്ട്. വിശേഷങ്ങൾ ആന എവിടെയാണ് എന്താ വിശേഷം എന്നൊക്കെ ചോദിച്ചു ചെല്ലാറുണ്ട്. പണ്ട് ഉത്സവ പറമ്പിൽ ചെല്ലുമ്പോൾ ആരും നമ്മളെ അറിഞ്ഞായിരുന്നില്ല. ഇപ്പോൾ ചെല്ലുമ്പോൾ ഒരു അഡ്രസ്സ് ഉണ്ട്. ഇപ്പോൾ KR ഗ്രൂപ്പ് ഒരു ആനയെ വാങ്ങി, ഇനിയും കൂടുതൽ ആനകളെ വാങ്ങുക എന്നുള്ളൊരു ഉദ്ദേശം, അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ ഒന്നും തീരുമാനമൊന്നുമില്ല. നമുക്ക് ആനയെ ഇഷ്ടമാണ്. നല്ല രീതിയിൽ നല്ലതൊക്കെ. ഇപ്പോൾ ആനയെ വളർത്തുക പരിപാലിക്കുക എന്ന് പറയുമ്പോൾ കുറേ തലവേദനകളും കാര്യങ്ങളൊക്കെയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ആനയുള്ള എല്ലാവരും പറയുന്നത്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഇവൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊരു ശല്യക്കാരനല്ല. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പൂരപ്പറമ്പിൽ പോയാലും എവിടെ പോയാലും ആളൊരു ശാന്ത സ്വഭാവമുള്ള ആളാണ്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് കുട്ടികളെ പോലും നമ്മൾ ഇത്ര ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ അടുത്ത് തന്നെ. പിന്നെ എല്ലാ ദിവസവും ഇവിടെ നമ്മൾ പറമ്പിലേക്ക് കൊണ്ടുവരും. എപ്പോഴും തറയിലുണ്ടാവും. എവിടെ പോയാലും അവൻ ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞാൽ ഇവിടെ എത്തും. ആന കയറിയ കരിമ്പിൻതോട്ടം എന്നൊരു പ്രയോഗമുണ്ട്. എന്നാൽ ശിവപ്രസാദിനെ അടുത്തെറിഞ്ഞാൽ ആ പറഞ്ഞത് എത്രയോ വലിയൊരു അർത്ഥശൂന്യതയാണ് എന്ന് തോന്നിപ്പോകും. നടന്നു നീങ്ങുന്ന വയൽവരമ്പുകളിലെ പുൽനാമ്പുകളെപ്പോലും നോവിക്കാത്തത്രയും സൗമ്യനും ശാന്തനുമാനവൻ. കൊച്ചു കുട്ടികൾ പോലും ചട്ടക്കാരനില്ലാതെ എത്രയോ ലാളിത്യത്തോടെയാണ് അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തുന്നത്, അവനോടൊപ്പം കളിക്കുന്നത്, അവനോടൊപ്പം കുറുമ്പുകൾ കാണിക്കുന്നത്. കാണാം ശിവന്റെ കൂടുതൽ വിശേഷങ്ങൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. എത്ര തിരക്കേറിയ ഉത്സവപ്പറമ്പുകളിലായാലും കുഞ്ഞ, പൊന്നു തുടങ്ങിയ ചെല്ലപ്പേരുകൾ കേട്ടാൽ ഇവൻ ഒരുപാട് ഇഷ്ടത്തോടെ തൻ്റെ പ്രിയപ്പെട്ടവരെ തിരിഞ്ഞു നോക്കും. ഒരു കൊച്ചുകുട്ടിയോളം ചെറുതായി പിന്നെ സ്നേഹപ്രകടനങ്ങളാണ്. കാണാം ഇവന്റെ കൂടുതൽ. KR ശിവപ്രസാദ് എന്ന ഈ കൊമ്പൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ശാന്തത തന്നെയാണ്. ആദ്യകാലങ്ങളിൽ കുറച്ച് കയ്യിലിരിപ്പുള്ള ആന തന്നെയായിരുന്നു നമ്മുടെ ശിവൻ. പക്ഷേ ഇപ്പോൾ 3 വർഷങ്ങളായി യാതൊരു പ്രശ്നവും ഇവൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായിട്ടില്ല.
അതിനുള്ള കാരണങ്ങൾ എടുത്തു പറയേണ്ട ഒന്നാണ്. മധുരം പകർന്ന് സ്നേഹത്തിൽ പൊതിഞ്ഞ സംരക്ഷണം നൽകുന്ന ഉടമസ്ഥരും മനസ്സറിയുന്ന സാരഥിയുമുണ്ടെങ്കിൽ ഏതൊരാൾക്കും അവരുദ്ദേശിക്കുന്നതിനേക്കാൾ ഉയരത്തിലെത്തുവാൻ സാധിക്കുമെന്നതിൻ്റെ തെളിവ് കൂടിയാണ് ശിവപ്രസാദ് എന്ന ഈ കരിയഴകിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. 21 വർഷങ്ങൾക്ക് മുൻപ് അപ്പച്ചൻ്റെ പാത പിന്തുടർന്ന് ആന പരിപാലന രംഗത്തേക്ക് കടന്നുവന്ന് ചെമ്പുത്ര ദേവിദാസൻ, ബാസ്റ്റിൻ വിനയശങ്കർ, ഇപ്പോഴത്തെ മംഗലാംകുന്ന് ശരൺ അയ്യപ്പൻ, ഊട്ടോളി അനന്തൻ, ചീരോത്ത് ചെറിയ രാജീവ്, മനുസ്വാമി മഠം ആദിനാരായണൻ, വയലാശ്ശേരി അർജുനൻ തുടങ്ങി നിരവധി ഗജകേസരി വെട്ടുന്നത് തൊട്ട് എഴുന്നള്ളിപ്പെടുക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് കാലടി ബിനു തന്നെയാണ്. ആനക്കാരിലെ അഗ്രഗണ്യന്മാരെന്ന് വിശേഷിപ്പിക്കാവുന്ന വിട്ടൂർ മാധവൻ്റെയും ഓണക്കൂർ പൊന്നൻ്റെയും അപ്പച്ചനായ കാലടി പൗലോസിൻ്റെയും ശിക്ഷണത്തിൽ വളർന്ന ഒരു ആനപ്പാപ്പാൻ തൻ്റേതായ സമയം എത്തുമ്പോൾ അവർ പകർന്നേകിയ പാഠങ്ങൾ പുറത്തെടുത്തില്ലെങ്കിലേ അതിശയോക്തിയുള്ളൂ. ആ സ്നേഹപരിലാളനം തന്നെയാകാം ശിവപ്രസാദിനും കാലടി ബിനുവിനും ഇടയിലുള്ള ഒരു കെമിസ്ട്രിയും. ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ ശിവപ്രസാദിൻ്റെ ചങ്ക് ബ്രോ. ആനക്കേരളത്തിന് ഒഴിച്ചുകൂടാനാവാത്തൊരു പേരുണ്ട്, കാലടി ബിനു. ആന പരിപാലന രംഗത്ത് ആനപ്പാപ്പാമാർക്കിടയിൽ തികച്ചും വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹമാണ് ശിവപ്രസാദിൻ്റെ നായകൻ, ശിവപ്രസാദിൻ്റെ സാരഥി. അദ്ദേഹം തന്നെയാണ് ശിവപ്രസാദിൻ്റെ ഈ വാഹനത്തിൻ്റെ സാരഥിയും. ഞങ്ങൾ അവനെയും കൊണ്ട് ഒരു കറക്കത്തിനിറങ്ങുകയാണ്. അതിനിടയിൽ നമുക്ക് അവൻ്റെ വിശേഷങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം. എന്തൊക്കെയാണ് ശിവപ്രസാദിൻ്റെ വിശേഷം? ശിവപ്രസാദിൻ്റെ വിശേഷം ഒരു പാവം പിടിച്ച ഒരു ആനയാണ്. അവനെ കൊണ്ട് അങ്ങനെ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും നമുക്കില്ല. അവനെ കൊണ്ട് ഒരു പൂരപ്പറമ്പിൽ പോയാലും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അവനെ കൊണ്ട് വരാറില്ല. പിന്നെ ശാന്ത സ്വഭാവമുള്ള ഒരു ആനയല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള ഒരു ആനയല്ലേ. അവന് സ്നേഹവും ആത്മാർത്ഥതയും കുറച്ച് കൂടും എല്ലാ ആനകളെക്കാളും. പിന്നെ ഈ ആനയായാലും മുതലാളിമാരായാലും നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ല ഇതാണ്. നമുക്ക് എന്ത് ആനയ്ക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാലും നമ്മളെക്കാളും മുന്നേ അവർ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും. പിന്നെ ഈ ആനകളെ ഇത്ര രീതിയിൽ നല്ല രീതിയിൽ നോക്കുന്ന ഒരു ഉടമസ്ഥനാണ് നമ്മുടെ മുതലാളി. ആനയുടെ കാര്യങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവർ ചെയ്തു തരും. അതിനൊന്നും അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. ഏകദേശം എത്ര വർഷത്തോളമായി ഈ ഫീൽഡിൽ? ഞാൻ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് ഒരു 20 വർഷത്തോളമൊക്കെ ആയി. പക്ഷേ ഞാനിപ്പോൾ ശിവൻ്റെ കൂടെ ആയിട്ട് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. ഇതിനു മുമ്പ് ഇപ്പോൾ ഏതൊക്കെ ആനകളുടെ ഉണ്ടായിട്ടുണ്ട്? ഊട്ടോളി അനന്തനാന, പിന്നെ മംഗലാംകുന്നിൻ്റെ ശരണയ്യപ്പൻ, ചീരോത്ത് രാജീവ്, അങ്ങനെ ഒരു 10-30 ആനയ്ക്ക് പണിയെടുക്കാനുള്ള യോഗം ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും മികച്ച ലക്ഷണത്തിൽ തികഞ്ഞ ഒരു കൊമ്പന്മാരുടെ കൂടെ തന്നെയാണ് ഇത്ര കാലം പണിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ശിവപ്രസാദിലേക്ക് എത്തുമ്പോൾ എന്താണ് ഒരു വ്യത്യാസം? ശിവപ്രസാദിലേക്ക് എത്തുമ്പോഴുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ള ആനകളാവുമ്പോൾ നമ്മൾ പൂരപ്പറമ്പിലായാലും മറ്റുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് നമുക്ക് ടെൻഷനും റിസ്ക്കും ഉണ്ട്. പക്ഷെ നമ്മുടെ ശിവനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധു ആനയാണ്. അതായത് അവനെ കൊണ്ട് നമ്മളിപ്പോൾ എന്താ ആനക്കാരുടെ ഭാഷയെ പറയുവാണെങ്കിൽ നമ്മൾ തിന്നുന്ന ചോറ് നമ്മുടെ വയറ്റിൽ കിടക്കുന്നു വേണം പറയാൻ ശിവനെ കൊണ്ട്. പിന്നെ നമുക്ക് അവനെ കൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ആന അഴിച്ചിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം നല്ല നല്ല പരിപാടികളൊക്കെ നമ്മൾ അവനെ കൊണ്ട് പങ്കെടുപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അവൻ നമ്മുടെ കൂടെ ഉള്ളതല്ലേ, നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എന്ത് വിചാരിക്കുന്നോ അവ ആന മനസ്സിലാക്കി ചെയ്യും.
ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിച്ചു, അതായത് സാധാരണ ഒരു ആനയുടെ ചുറ്റും ഒരുപാട് ജോലിക്കാരുണ്ടാവും, പട്ട വെട്ടുന്നതിന് വേറെ ആള്, വണ്ടി ഓടിക്കുന്ന ആൾ. ഇതിപ്പോൾ ശിവനെ നയിക്കുന്നതും അതുപോലെ ശിവന്റെ വാഹനം ഓടിക്കുന്നതും ശിവനുള്ള പട്ട വെട്ടിക്കൊണ്ടുവരുന്നത് എല്ലാം ശിവന്റെ ഓൾ ഇൻ ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനാണ്. അത് എങ്ങനെയാണ്? അപ്പോൾ അതൊക്കെ ഇഷ്ടം കൊണ്ട് തന്നെ ചെയ്യുന്നതാണോ അതോ? പിന്നെ തീർച്ചയായിട്ടും ആനയും വണ്ടിയും എന്നും നമുക്ക് ഇഷ്ടമല്ലേ. അപ്പം കൂടെ സഹായിക്കാൻ ഒരു പയ്യനുണ്ട്, സുധി എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. എന്നാലും ശിവന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് കൂടുതലും നോക്കുന്നത്. പിന്നെ എന്താ പറയുക, നമുക്ക് സമാധാനപരമായിട്ട് ഉള്ള മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു ഇതല്ലേ ആന. അപ്പം നമുക്ക് ഈ ആനയെ കൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാം അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുന്നു. KR ശിവപ്രസാദ് എന്ന ഈ കരിയിഴകിൻ്റെ ഉയരം 9 അടിയോളം മാത്രമേയുള്ളൂവെങ്കിലും മറയൂർ കാടുകളിലെ ചന്ദനം തോൽക്കുന്ന നല്ല നിറമാർന്ന മദഗിരികൾക്ക് ഇരട്ടി സൗന്ദര്യം കൂട്ടുന്ന വിരിഞ്ഞ ചെവികളും മസ്തകവും നിലത്തിഴയുന്ന തുമ്പിയും കൂടാതെ വീണെടുത്ത കൊമ്പുകൾ, ഉറച്ച നടയമരങ്ങൾ തുടങ്ങി ഏതൊരാനപ്രേമിയുടെയും മനസ്സിൽ പുളകമുത്തുകൾ വാരി വിതറാൻ പോന്ന കരിസൗന്ദര്യത്തിൻ്റെ പൂർണ്ണത. അതാണ് KR ശിവപ്രസാദ് എന്ന ഈ കരിയഴക്. പുല്ല്, ചോളം എന്നിവയാണ് പ്രധാന ഭക്ഷണമെങ്കിലും മധുരത്തോട് അല്പം താല്പര്യമുള്ള കൂട്ടത്തിലാണ് നമ്മുടെ ശിവപ്രസാദ്. ആ താല്പര്യങ്ങൾക്ക് ഒട്ടും കളങ്കമേൽപ്പിക്കാത്ത ഒരു ഉടമ കൂടി അവന് കൂട്ടായപ്പോൾ ഇവരുടെ സ്നേഹബന്ധം അതിർവരമ്പുകളില്ലാതെയുള്ള മറ്റൊരു ലോകത്തേക്കാണ് ഏവരെയും കൂട്ടിക്കൊണ്ടുപോകുന്നത്. KR ഗ്രൂപ്പിന് സ്വന്തമായുള്ള ബിസിനസ് സാമ്രാജ്യങ്ങളിൽ ഒന്നായ ബേക്കറികളിൽ മധുരമൂർന്ന പലഹാരങ്ങളെല്ലാം ഇന്ന് ശിവപ്രസാദിനും കൂടി അവകാശപ്പെട്ടതാണെന്ന് സാരം. പിന്നെ നാട്ടിൽ നടക്കുന്ന ഏതൊരാഘോഷത്തിനും ഒഴിവാക്കാനാകാത്ത ഒരു ഘടകമായി കുന്നംകുളത്തെ ജനതയുടെ മനസ്സിൽ ആന എന്നത് സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞതിൻ്റെ തെളിവുകളാണ് നടന്നുകൊണ്ടിരിക്കുന്ന പൂരങ്ങളും പെരുന്നാളുകളും നേർച്ചയുമെല്ലാം. അങ്ങനെയുള്ള ഒരു നാട്ടിൽ സൗന്ദര്യത്തിൻ്റെയും ശാന്തതയുടെയും നേർക്കാഴ്ചയായ ഒരു കൊമ്പൻ എത്തിപ്പെട്ടാൽ ആ ജനത അവനെ എത്രമാത്രം അഴകളവ് നിലവിൻ്റെ നേർരൂപങ്ങളായ നിരവധി ഗജഗണങ്ങൾ അടക്കി വാഴുന്ന നമ്മുടെ ആനക്കേരളത്തിൽ ഇത്രയധികം ആരാധകരെ സൃഷ്ടിച്ചെടുക്കുന്നതിന് ശിവപ്രസാദിന് കഴിഞ്ഞെങ്കിൽ അതിവൻ്റെ അഴകിന് കിട്ടുന്ന അംഗീകാരം തന്നെയാണ്. വരുംകാല ഉത്സവപ്പറമ്പുകളിൽ തൻ്റെ സൗന്ദര്യ തികവിനാൽ ആനക്കേരളത്തിൻ്റെ നെറുകയിലേക്കുള്ള നവ്യസരണികൾ തേടുകയാണ് KR ശിവപ്രസാദ് എന്ന ഈ സഹ്യപുത്രൻ. ഇവരോടൊപ്പം കൂടി, ഇവരോടൊപ്പം ചേർന്ന്, ഇവരോടൊപ്പം സമയം ചെലവിട്ടപ്പോൾ ഞങ്ങൾക്കിവിടെ നിന്ന് പോരാൻ തോന്നുന്നേയില്ല. ശിവപ്രസാദ് ഒരു കുട്ടിയോളം ചെറുതായി, ഇവിടുത്തെ ആളുകൾ കുട്ടികളായി മാറി, ഒപ്പം ആനപ്പെരുമ സംഘവും കുട്ടികളായി മാറി വിശേഷങ്ങൾ പങ്കുവച്ചു. മറ്റൊരു കൊമ്പൻ്റെ വലിയ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരെ സൂര്യവുഡ് ആനപ്പെരുമയുടെ ഏറ്റവും പുതിയ ജാലകത്തിനായി കാത്തിരിക്കുക.